ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ഫണ്ടമെൻ്റൽ അനലൈസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്. അതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്. നമ്മളിത് സെലക്ട് ചെയ്യുന്ന കോയിൻ എന്ന് പറയുന്നത് സുയി കോയിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഒരു കോയിന് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് ഏത് ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കോയിനാണ്. അതേപോലെ ഏത് കാറ്റഗറി, ആൾട്ട് കോയിൻ ആയാലും അതിൻ്റെ അകത്ത് പല കാറ്റഗറി ഉണ്ട്, ഏത് കാറ്റഗറിയിൽ വരുന്ന ഒരു കോയിനാണെന്ന് നമ്മൾ നോക്കണം. സുയി കോയിൻ എന്ന് പറയുന്നത് സുയി ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കോയിനാണ്. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കോയിൻ ആയതുകൊണ്ട് തന്നെ സുയി കോയിൻ എന്ന് പറയുന്നത് ഒരു ലെയർ 1 കോയിനാണ്. നമുക്കിവിടെ അതിൻ്റെ ടാഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ലെയർ 1 കോയിനാണ്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പം വേറെ അതർ കോയിൻ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പം ഷിബായിനുവിൻ്റെ കേസിലേക്ക് നോക്കുവാണെങ്കിൽ എത്തീരിയം ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കോയിനാണ് ഷിബായിനു. ഷിബായിനുവിൻ്റെ ടാഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഷിബായിനു ഒരു മീം കോയിനാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏത് കാറ്റഗറിയാണ്, ഏത് ബ്ലോക്ക് ചെയിനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കോയിൻ്റെ വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണം. വെബ്സൈറ്റിനകത്ത് ആ കോയിൻ്റെ പ്രൊജക്റ്റ് എന്താണ്, അതിൻ്റെ വിഷൻ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഒരു കോയിൻ്റെ വൈറ്റ് പേപ്പർ. ഒരു കോയിൻ്റെ വൈറ്റ് പേപ്പർ വായിക്കുന്നതിലൂടെ നമുക്ക് ആ കോയിൻ്റെ ലോങ് ടേം മിഷൻ എന്താണ്, ആ കോയിൻ ലോങ് ടേമിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എന്താക്കി, ഏത് ബ്ലോക്ക് ചെയിനാണെന്ന് മനസ്സിലാക്കി, ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ വെബ്സൈറ്റ് വാച്ച് ചെയ്ത് അതിൻ്റെ വൈറ്റ് പേപ്പർ റീഡ് ചെയ്ത് അതിനുശേഷം നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ പർട്ടിക്കുലർ കോയിൻ്റെ സോഷ്യൽ മീഡിയ. നമ്മളിപ്പോൾ സുയിൻ്റെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത്യാവശ്യം നല്ലൊരു ഫോളോവേഴ്സ് കാര്യങ്ങളുള്ളൊരു സോഷ്യൽ മീഡിയ പേജാണ് സുയിൻ്റെ. കറക്റ്റ് അപ്ഡേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സോഷ്യൽ മീഡിയ പേജാണ്. അപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയ പേജ് നോക്കിയാൽ തന്നെ ആ സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണോ വീക്കാണോ നമുക്ക് മനസ്സിലാവും. എപ്പോഴും നല്ലൊരു പ്രൊജക്റ്റുള്ളൊരു കോയിന് മാത്രമേ നല്ലൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ കോയിൻ എവിടെ വാങ്ങാൻ നമുക്കൊന്ന് നോക്കാം. ഒരു കോയിന് നമുക്ക് എക്സ്ചേഞ്ചിലൂടെയും വാങ്ങാം, വാലറ്റ്സിലൂടെയും വാങ്ങാം. സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെയും വാങ്ങാം, ഡീസെൻട്രലൈസ്ഡ് വാലറ്റ്സിലൂടെയും വാങ്ങാം. സോ ഈ കോയിൻ നമുക്ക് ബൈനാൻസ് വെബ്3 വാലറ്റ് യൂസ് ചെയ്തിട്ടും വാങ്ങാം, ട്രസ്റ്റ് വാലറ്റ് യൂസ് ചെയ്തിട്ടും വാങ്ങാം. സുയി കോയിൻ അവൈലബിൾ ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഏതെല്ലാം ചോദിച്ചാൽ ബൈനാൻസ്, ബൈബിറ്റ് പോലത്തെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെയും നമുക്ക് എന്താകാം സുയി കോയിന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കോയിൻ്റെ സപ്ലൈ. ഇപ്പം സുയി കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 10 ബില്യൺ ആണ്. ടോട്ടൽ സുയി കോയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 10 ബില്യൺ ആണ്. അതിൽ തന്നെ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത് 3.16 ബില്യണും. സർക്കുലേറ്റിംഗ് സപ്ലൈ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് വെച്ചാൽ കറൻറ്റ്ലി മാർക്കറ്റിൽ സപ്ലൈ ചെയ്തിട്ടുള്ള കോയിനാണ് സർക്കുലേറ്റിംഗ് സപ്ലൈ. ഈ 3.16 ബില്യൺ ആണ് നമുക്ക് എന്താകുന്നത് ഇപ്പം ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ട് ഉള്ളത്. റിമൈനിങ് അറൗണ്ട് 6 ബില്യൺ കോയിൻ അവരുടെ കയ്യിൽ ഇപ്പം ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അത് അവർ ടോക്കൺ അൺലോക്ക് സിസ്റ്റത്തിലൂടെ ഡേ ബൈ ഡേ ആയിട്ട് സർക്കുലേറ്റിംഗ് സപ്ലൈൻ്റെ അതൊക്കെ ആഡ് ചെയ്ത് പോകും. ഒരുമിച്ച് റിമൈനിങ് 7 ബില്യൻ്റെ അടുത്തുള്ള കോയിന് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ സുയി കോയിൻ അതൊക്കെ നല്ലൊരു ക്രാഷ് കാണാൻ പറ്റും. അപ്പം നല്ല പ്രൊജക്റ്റിൽ ഏകദേശം എല്ലാ കോയിനും ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടോക്കൺ അൺലോക്കിംഗ് സിസ്റ്റം. അപ്പോൾ അടുത്ത ടോക്കൺ അൺലോക്കിംഗ് എപ്പോൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ ടോക്കൺ അൺലോക്കിംഗ് വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുയി കോയിൻ്റെ അടുത്ത ടോക്കൺ അൺലോക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഏപ്രിൽ 1-നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ലാർജ് എമൗണ്ട്, ഇപ്പോൾ ഒരു 1 CR അടുത്ത് അല്ലെങ്കിൽ ഒരു 10 lakh അല്ലെങ്കിൽ ഒരു 5 lakh അടുത്ത് സുയി കോയിൻ വാങ്ങാനുള്ളൊരു പ്ലാനിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏപ്രിൽ 1-ലേക്ക് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അറൗണ്ട് സർക്കുലേറ്റിംഗ് സപ്ലൈൻ്റെ ഒരു 2.3% ഇൻക്രീസ് ആകുന്നുണ്ട്. ഒരു 64 മില്യൺ സപ്ലൈൻ്റെ അകത്തേക്ക് ഇൻക്രീസ് ആകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് സുയി കോയിൻ്റെ അകത്തേക്ക് ചെറിയൊരു റേറ്റ് ഡൗണിലേക്ക് നമുക്ക് എന്താക്കാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാഭത്തിൽ എന്താക്കാം, പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസീൻ്റെ ഫണ്ടമെൻ്റൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് ഏത് ബ്ലോക്ക് ചെയിനാണ്, അത് ഏത് ആൾട്ട് കോയിനിൽ തന്നെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾട്ട് കോയിനാണ്, ആ കോയിൻ്റെ വെബ്സൈറ്റിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം, ആ കോയിൻ്റെ വൈറ്റ് പേപ്പറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം, ആ കോയിൻ്റെ സോഷ്യൽ മീഡിയ, അതിൻ്റെ ഫൗണ്ടേഴ്സ് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ അതിൻ്റെ ടോക്കൺ അൺലോക്കിംഗ്, സർക്കുലേറ്റിംഗ് സപ്ലൈ, ടോട്ടൽ സപ്ലൈ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് ഒരു ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ അകത്തേക്ക് നമ്മൾ എൻ്റർ ആവേണ്ടത്.